എല്ലാം കാരണം വളരെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട്? അല്ലേ പകുതിയിലും അല്ലേ കുറേ പേര് കണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ പടം? താങ്ക് യു. ഇപ്പോൾ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ പടം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്തുമാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആണെങ്കിലും കുറേ മേക്കപ്പ് രീതികളാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള പല മാനറിസങ്ങളും ആണല്ലോ അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഭയങ്കര രസമുള്ള ഒരു ആക്ഷേപഹാസ്യവും അതിലൊരു എന്താ പറയുക കോമഡിയും അതുകൂടാതെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. നല്ല മെസ്സേജസ് പറഞ്ഞ് വരുന്നത് എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട്. കുറേ നാളായി കോളൊക്കെ വന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് കോൾ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമസ്കാരം. ശ്രീരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ് ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും. ഇന്നാണ് ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കണ്ടത്. എല്ലാവരോട്ടും കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ളൊരു സിനിമയാണിത്. കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ കൂടുതലും എൻ്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ മൂവി കണ്ടത്. ആ തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും പടം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. സന്തോഷം. സപ്പോർട്ട് ഉണ്ടാകുക. എല്ലാവരും പറയണോ അതോ ചോദ്യം ചോദിക്കണോ? എന്താണ് ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ഒരു ഞാൻ രാജൻ. ഒരു 10-18 വർഷമായിട്ട് തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പ്രതാപൻ ആൻഡ് ഇതിൽ എസ്.ഐയുടെ റോൾ ചെയ്തിട്ടുള്ള CI റോൾ ചെയ്തിട്ടുള്ള രാംകുമാർ. ഇപ്പോൾ ഊരാളി എന്ന ബാൻഡിന് വേണ്ടിയിട്ട് ലിറിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേലം ഒത്തസവർ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ സിനിമക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. പാരഞ്ജിത്തൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും കൈമാറാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കോളങ്ങാട്ടുകര, അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ്. സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പമുണ്ട്. 50 വർഷത്തിലേറെയായി. ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. അതിന് വഴിയൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട്. ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ്. അതായത് പിടിവാശികളില്ലാതെ അതിൻ്റെ സെൻസ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇംപ്രവൈസേഷൻ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവുമുണ്ട്.